പൊടിമീശക്കാരിൽ നിന്ന് കുറ്റിത്താടിയും കട്ടിയുള്ള കറുത്ത മീശയും അവൻ്റെ സൗന്ദര്യം ഒന്നുകൂടെ വർദ്ധിപ്പിച്ചതായി തോന്നിയെങ്കിലും ആ നുണക്കുഴി കാണാൻ കഴിയാത്ത വിഷമം തോന്നാറുണ്ട്. എന്നാൽ ചിരിക്കുമ്പോൾ താടിയുടെ മറനീക്കി പുറത്തു വരുന്ന ആ നുണക്കുഴിയിൽ അലിഞ്ഞുപോയ നിമിഷങ്ങൾ. ദേവേട്ടൻ മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു എന്ന വാക്കും, നൃത്തം ചെയ്യുമ്പോൾ എന്നെ തേടിയെത്തുന്ന കണ്ണുകളും, മറ്റൊരു പെണ്ണിന് സ്വന്തമായെന്ന തിരിച്ചറിയും, ഇനി ദേവേട്ടൻ എൻ്റെ ആരുമല്ലെന്ന വേദനയും. ദേവേട്ട എന്ന് അലറി വിളിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് താഴേക്ക് നിലംപതിക്കുമ്പോൾ കഠിനമായ നൃത്തത്തിൻ്റെ ആഘാതത്തിൽ മുത്തുകൾ ചിതറി വീണത് മുത്തുകളായിരുന്നില്ല. എൻ്റെ ഹൃദയം, പ്രണയം, സ്വപ്നങ്ങൾ, സന്തോഷം, അങ്ങനെ എല്ലാമായിരുന്നു. ആ രാത്രിയെ തരണം ചെയ്യാൻ സ്വയം ഒരു ഭ്രാന്തിയെപ്പോലെ സർവ്വതും എറിഞ്ഞു പൊട്ടിച്ചു, അലറിക്കരഞ്ഞു, വിധിയെ പഴിച്ചു, ഒടുവിൽ തളർന്നു വീണു. പറഞ്ഞു തീരുമ്പോൾ ഭദ്രയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ദേവൻ എന്തു പറയണമെന്നറിയാത്ത അറിഞ്ഞിരുന്നു പോയി. അതിനുശേഷം ഒരു തവണ ഞാൻ ചെന്ന് കണ്ടിരുന്നു. അവസാനമായിരുന്നു നോട്ടം. തട്ടിപ്പറിച്ചെടുക്കുന്നതല്ല, വിട്ടുകൊടുക്കുന്ന പ്രണയമാണെന്ന തിരിച്ചറിവോടെ, മറ്റൊരു പെണ്ണിൻ്റെ പുരുഷനെ ചിന്തകൾ കൊണ്ടുപോലും കളങ്കപ്പെടുത്തരുതെന്ന ദൃഢനിശ്ചയത്തോടെ. അന്നാണ് ഞാൻ എൻ്റേത് മാത്രമായ ദേവേട്ടനെ അവസാനമായി കാണുന്നു. പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഒഴുകി വന്ന കണ്ണുനീരവൾ തുടച്ചു മാറ്റി. വീണ്ടും ഒരു പുഞ്ചിരി ആ മുഖത്ത് തെളിഞ്ഞു. ദേവൻ ഒന്നും മിണ്ടാതെ ഇരുന്നിടത്ത് എഴുന്നേറ്റു. പതിയെ ചെന്ന് ഭദ്രയുടെ മടിയിലേക്ക് തലചായ്ച്ചു. അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് കണ്ണുകൾ പതിയെ അടച്ചു. ഭദ്രയും ഒന്നും മിണ്ടാതെ പതിയെ സീറ്റിലേക്ക് തലചായ്ച്ചു. ഭദ്ര ഉറങ്ങിയെന്ന് തോന്നിയപ്പോൾ ദേവൻ പതിയെ എഴുന്നേറ്റു. ഡോറിനരികിലേക്ക് ചെന്നു കയ്യിലെ ഫോൺ എടുത്തൊരു നമ്പറിലേക്ക് കോൾ ചെയ്തു. ഹലോ, ദേവാനന്ദ് IPS സ്പീക്കിംഗ്. ആധാർ കാർഡ് വെരിഫിക്കേഷൻ സെന്റർ ഡീറ്റെയിൽസ് പ്രകാരം കേരളാപുരം പഞ്ചായത്തിലെ ദേവൻ എന്ന പേരുള്ള എല്ലാവരെയും കുറിച്ചുള്ള ഡീറ്റെയിൽ റിപ്പോർട്ട് നാളെ രാവിലേക്ക് മുന്നേ എൻ്റെ മെയിലിൽ അറ്റാച്ച് ചെയ്തിരിക്കണം. ഫാമിലി, പഠിച്ച സ്കൂൾ, കോളേജ്, ഇപ്പോൾ ഏത് ടവർ ലൊക്കേഷന് കീഴിലാണെന്ന് ഉൾപ്പെടെ എല്ലാം ഉണ്ടായിരിക്കണം. അതുപോലെ ഞാൻ വാട്സാപ്പ് ചെയ്തിരിക്കുന്ന നമ്പറിൻ്റെ 3 വർഷം മുമ്പുള്ള കോൾ ഡീറ്റെയിൽസ്. അത്രയും പറഞ്ഞുകൊണ്ട് ആ സംഭാഷണം അവിടെ അവസാനിപ്പിച്ചു. ഭദ്ര, നിന്റെ പ്രണയം, അതാണ് എൻ്റെ കൂട്ടുകാരിക്കുള്ള എൻ്റെ സ്നേഹ സമ്മാനം. മനസ്സിൽ ഒരു വിട്ടുകൊണ്ട് ദേവൻ ഭദ്രക്കരികിലായി ചെന്നിരുന്നു. നല്ലതിനായിട്ടുള്ള പുതുവലതി കിച്ചുവിനെ തേടി ഒരു ഇടവഴിയിലോ നടക്കുകയാണ് സുൽത്താൻ. പതിയെ താടിയിൽ തലോടി മുണ്ടിൻ്റെ കരയിൽ വിരലൊടിക്കുമ്പോഴാണ് എതിരെ വരുന്ന വൈദേഹിയിലേക്ക് കണ്ണുകൾ ഉടക്കുന്നത്. എന്തോ ഇതുവരെ തോന്നാത്തൊരനുഭൂതി. കണ്ണിമകൾ ചിമ്മാൻ പോലും മറന്നുപോകുന്നു. അമ്പലത്തിൽ നിന്നുള്ള വരവാണെന്ന് വ്യക്തമാണ്. ഒരു പട്ടുപാവാടയാണ് വേഷം. കണ്ണുകളിൽ ആ പഴയ തിളക്ക് നഷ്ടമായിരിക്കുന്നു. നെറ്റിയിൽ കുഞ്ഞു പൊട്ടും, അതിനു മുകളിലായി ചന്ദനക്കുറി. ഒരു ചമയവും നടത്തിയിട്ടില്ല. സുൽത്താൻ്റെ ചുടിയിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. എന്നാൽ ക്ഷണനേരം കൊണ്ട് അത് മായുകയും ചെയ്തു. തന്നെ തലയുയർത്തി നോക്കുകയും ചെയ്യാതെ തന്നെ താണ്ടി അവൾ നടന്നകലുന്നു. യാന്ത്രികമെന്ന പോലെ അവളെയും തിരിഞ്ഞു നോക്കി. ഇല്ല, തന്നെയോ നോക്കുന്ന പോലുമില്ല. നെഞ്ചിനകത്ത് വല്ലാത്തൊരു വിങ്ങൽ, കണ്ണുകളിലൊരു നനവ്. വൈദേഹി നടന്നകലെന്ന് ഇമ വെട്ടാതെ അവൻ നോക്കി നിന്നു. പെട്ടെന്ന് ആരോ ചുമലിൽ തട്ടിയപ്പോൾ ഞെട്ടലോടെ സുൽത്താൻ തിരിഞ്ഞു നോക്കി. കിച്ചുവാണ്. എന്താടാ അവളെ നോക്കാതെ പോകുമ്പോഴേക്കും നിനക്ക് നൊന്തു അല്ലേ? കിച്ചുവിൻ്റെ ചോദ്യത്തിന് മൗനമായിരുന്നു സുൽത്താൻ്റെ മറുപടി. നോവും സുൽത്താന്, കാരണം ഇപ്പം നീ അവളെ പ്രണയിക്കുന്നു. അവളുടെ ഒരു നോട്ടത്തിനായി നിന്റെ ഹൃദയം തുടിക്കുന്നുണ്ട്. അവളുടെ ഒരു വാക്കിനായി നിന്റെ ഉള്ളം വെമ്പുന്നുണ്ട്. ഇതുപോലെ എത്രയോ തവണ അവൾ നിനക്ക് മുന്നിൽ വന്നിരിക്കുന്നു. നിന്റെ ശബ്ദമൊന്ന് കേൾക്കാൻ, ഒരു നോട്ടമെങ്കിലും ഏറ്റുവാങ്ങാൻ. അന്ന് നീ ആട്ടിയേറ്റുമ്പോൾ ഇതുപോലെ ആവില്ലേ അവൾ കാത്തുനിന്ന്? കിച്ചുവിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. ഉള്ളം നിറയെ സ്നേഹവും കാത്തിരിക്കാനുള്ള മനസ്സും. അതുമാത്രമാണ് ഇപ്പോൾ തൻ്റെ കൈവശമുള്ളത്. ദാ എന്താണ് രുദ്ര, നീ എന്താ ഒരുമാതിരി കൊച്ചുകുട്ടികളെ പോലെ? മതി കുടിച്ച്, ഇതിപ്പോൾ എത്രയെന്ന് വെച്ചാ? കയ്യിലെ ബോട്ടിൽ പിടിച്ച് വാങ്ങിക്കൊണ്ട് ജസ്റ്റ് പറഞ്ഞു. വീടറാ, എനിക്ക് കുടിക്കണം, കുടിച്ച് മരിക്കണം. എൻ്റെ ആനന്ദു, അവനെ ഞാൻ ചതിക്കുമല്ലേടാ. കൂടെ നടന്ന് കൂട്ടുകാരനെ ചതിക്കുന്ന ചേറ്റല്ലേടാ ഞാൻ. ചങ്കും ചോരയുമായ അവൻ്റെ പെങ്ങളെ ഞാൻ പ്രണയിച്ചു. അവനോട് ചെയ്യുന്ന ചെറ്റത്തരല്ലേടാ. രുദ്രൻ പാതിബോധത്തിൽ നിറഞ്ഞ കണ്ണുകളോട് പറഞ്ഞു. അതെ, നീ ചെയ്യുന്ന ചെറ്റത്തം തന്നെയാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതിനൊന്നും നീയല്ലല്ലോ കാരണക്കാരൻ. നീ എത്ര പിന്മാറാൻ ശ്രമിച്ചിട്ട് പുറകെ നടന്ന് അന്തൂട്ടിയല്ലേ. പിന്നെ എൻ്റെ അറിവിൽ ദേവനെല്ലാം അറിയാം. അവൻ എതിർപ്പിൻ്റെ അവനത് അറിഞ്ഞ നിമിഷം പ്രതികരിച്ചേനെ. അതൊന്നും ഉണ്ടായില്ലല്ലോ. നീ ഇങ്ങനെ കുടിച്ചാവുന്നുണ്ട് എന്താണ് കാര്യം? ജസ്റ്റ് ക്ഷമ തെറ്റിക്കൊണ്ട് പറഞ്ഞു. അവളെ ഒന്നും പറയലടാ, എന്നെ നന്തൂട്ടി പാവാ, ഒരുപാട് ഇഷ്ടമാണ് എന്നെ. എന്ന് ഏട്ടന്മാരോർത്ത് കരച്ചില്ല പാവം. അവളെ എനിക്ക് കിട്ടിയില്ലേ പോലും എനിക്ക് അവളോട് ദേഷ്യം ഉണ്ടാവില്ല. കാരണം എനിക്ക് അവിടെ നിന്ന് വെച്ചാൽ ജീവനാണ്. അവളുടെ സന്തോഷം എനിക്ക് വലുത്. തേങ്ങയാണ്. എഴുന്നേറ്റ് പോടാ. വീട്ടു കൊടുക്കാനാണ് പിന്നെ എന്തിനാണ് നീ അവളെ സ്നേഹിച്ച്? എന്തിനാണ് അവളെ മോഹിപ്പിച്ച്? രുദ്ര, ഒന്ന് ഞാൻ പറഞ്ഞേക്കാം. നീ കാരണം എൻ്റെ പെങ്ങളുടെ കണ്ണ് നിറഞ്ഞ പിന്നെ നീ കാണുന്ന ഈ ജസ്റ്റി ആയിരിക്കില്ല. ഓർത്തോ, പ്രശ്നങ്ങൾ വരുമ്പോൾ ഓടി കളിക്കാനാണ് ഇമാതിരി പണിക്ക് നിൽക്കരുത്. അവളോട് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്കറിയാം. പക്ഷേ അങ്ങനെ ചിന്ത വേണ്ട. ഇത് അവൾ കേട്ട തകർന്നു പോകടാ. നീ പറഞ്ഞ പോലെ നമ്മുടെ നന്ദ പാവല്ലേ. ദേവനോട് നമുക്ക് സംസാരിക്കാം. നീ സമാധാനിക്കുക. രുദ്രനൊന്നും മിണ്ടാതെ തലതാഴ്ത്തിയിരുന്നു.
രാവിലെ 5 മണിയോടെ ട്രെയിൻ പയനിലെത്തി. അവിടെ നേരെ ഒരു ഹോട്ടൽ മുറിയിലേക്ക്. ഭദ്രയുടെ മുഖം ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല. ദേവൻ അത് കണ്ടും കാണാത്ത ഭാവം നടിച്ചു. കാരണം ഇനി ഈ കണ്ണുകൾ ദേവനോട് തുളുമ്പില്ലെന്ന ദൃഢനിശ്ചയത്തോടെ. പഴനി, തമിഴ്നാട്ടിലെ ദിണ്ടിക്കൽ എന്ന ജില്ലയിലാണ് പഴനി സ്ഥിതി ചെയ്യുന്നത്. പഴക്കം ചെന്ന മുരുക ക്ഷേത്രത്തിലൊന്ന്. പഴനി മുരുകൻ ക്ഷേത്ര തീർത്ഥാടനം മലബാറിലെ ഹിന്ദുക്കളുടെ ഒരു പൊതു ആചാരമാണ്. പഴം, നീ എന്നീ 2 വാക്കുകളിൽ നിന്നാണ് പഴനി എന്ന സ്ഥലപ്പേരുണ്ടായതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ജ്ഞാനപ്പഴത്തിന് വേണ്ടിയുള്ള തർക്കത്തിൽ അച്ഛനമ്മമാരോട് വഴക്കിട്ട് പോകുന്ന സുബ്രഹ്മണ്യനെ സമാധാനിപ്പിക്കാനായി സംഘകാല തമിഴ് കവിയായ അവ്യാർ പറഞ്ഞ വാക്കുകളാണത്ര ഇത്. നീ തന്നെയാണ് പഴം എന്ന് വരുന്ന പഴം. പഴനിമലക്ക് താഴെ നിൽക്കുവാണ് ചെറുക്കൽ തറവാട്ടിലെ എല്ലാ അംഗങ്ങളും. വായും പൊളിച്ച് നിൽക്കുവാണ് നമ്മുടെ ദച്ചുവേട്ടൻ. മോനെ ദച്ചു, ഇനി വൈകിക്കണ്ട, നമുക്ക് നേർച്ചകൾ ആരംഭിക്കാം. ആദ്യം സാക്ഷാൽ സുബ്രഹ്മണ്യനെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക, ജീവിതത്തിലെ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവണേന്ന്. ദച്ചു മാത്രമല്ല, എല്ലാവരും. രേവതിയമ്മ പറയുന്നതിനനുസരിച്ച് എല്ലാവരും കൈകൂപ്പി പ്രാർത്ഥിച്ചു. ഇനി ദച്ചു രൂപയെ കയ്യിൽ താങ്ങിക്കൊണ്ട് മുരുകനെ മനസ്സിൽ പ്രാർത്ഥിച്ച് മല ചവിട്ടിക്കോ. രേവതിയമ്മ പറയുന്ന കേട്ട് ഞെട്ടി നിൽപ്പാണ് ദച്ചു. എന്താ പറഞ്ഞേ? ഒരുപാട് അഭിനയിക്കാതെ അവളെ എടുത്ത് കയറടാ. അധികമൊന്നുമില്ല, ഒരു 670 സ്റ്റെപ്പ്. നിനക്ക് മസിലൂരിട്ടി കയറ്റാൻ ദിവസേന ഞാൻ 6 മുട്ടയാണ് തരുന്നത്. മുട്ടയിട്ട് കോഴി വരെ ചത്തുപോയി. ആ മുട്ടക്കൊക്കെ എന്തെങ്കിലും ഫലം ഉണ്ടോ എന്ന് ഞാനും നോക്കട്ടെ. ഇനി ഒരക്ഷരം മിണ്ടരുത്, കയറിക്കോ. രേവതിയമ്മയുടെ ഭീഷണി സ്വരം ഉയർന്നു. ദച്ചു സ്റ്റെപ്പുകളിലേക്കും രേവതിയമ്മയും മാറി മാറി നോക്കി. ചേട്ടനും അനിയനും ചിരിയടക്കി പിടിച്ചു നിൽക്കുവാണ്. അനിയത്തി ഒട്ടും മോശമല്ല. അല്പമെങ്കിലും സാധാപം ഏടത്തിക്കും ഭദ്രയ്ക്കുമാണ്. രൂപയാണെങ്കിൽ പടി കയറണ്ടല്ലോ എന്ന സന്തോഷത്തിൽ ദച്ചു ശ്വാസം ആഞ്ഞുവലിച്ചുകൊണ്ട് രൂപയെ എടുത്തു പൊക്കി. ദേവിയെ, മുടിഞ്ഞ വെയിറ്റ്. വെട്രിവേൽ മുരുകനക്ക് ഹരഹരോ ഹര. തിരിഞ്ഞു നോക്കാതെ ദച്ചു പടികൾ കയറി തുടങ്ങി. എന്തിനാമ്മ അവരിങ്ങനെ പരീക്ഷിക്കുന്നു? പാവം. ദാസൻ ദച്ചുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ദാസ, കാണുമ്പോൾ എനിക്കും സങ്കടം തോന്നുന്നു. പക്ഷെ ഇത് വേണം. എളുപ്പത്തിൽ പ്രണയത്തെ സ്വന്തമാക്കിയ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ പ്രണയിക്കാൻ മറന്നുപോകും. നിന്റെ അച്ഛനെ ഞാൻ സ്വന്തമാക്കിയത് എൻ്റെ കുടുംബത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ്. ആ വേദനയേക്കാൾ എൻ്റെ പ്രണയം എനിക്ക് വിലപ്പെട്ടതായി തോന്നിയതുകൊണ്ടാണ്. അതുപോലെ നീ നവ്യയെ സ്വന്തമാക്കിയത് ഒരു വലിയ തർക്കത്തിനും ബഹളത്തിനും കാത്തിരിപ്പിനും ശേഷം. അതുകൊണ്ട് പ്രണയത്തിൻ്റെ മൂല്യം മറ്റാരെക്കാളും എൻ്റെ കുട്ടിക്കറിയാം. അതുപോലെ ആവണം ദച്ചുവിന്. കഷ്ടപ്പെട്ട് അവൻ സ്വന്തമാക്കിയതായ പ്രണയം അവൻ്റെ മനസ്സിലുണ്ടായിരിക്കണം. രേവതിയമ്മയുടെ വാക്കുകൾ എല്ലാവരും സ്തബ്ധരായി. ഭദ്രയും ദേവനും പരസ്പരം നോക്കി. ഒടുവിൽ നന്ദയുടെ കൈവലിച്ചുകൊണ്ട് ഭദ്ര മുന്നോട്ട് നടന്നു. ദാസേട്ടാ, നിങ്ങൾ നീതൂട്ടി അച്ഛനെയും അമ്മയും കൂട്ടി പിന്നിൽ വായോ. അമ്മക്ക് മുട്ടുവേദന ഉണ്ടാകും. ഞാൻ ഇവരുടെ കൂടെ പടിയേറാം. നവ്യ പറയുന്നതിന് ദാസൻ ശരിവെച്ച് അവർ 2 വഴിക്കായി പിരിഞ്ഞു. വാഴെടുത്തി പോവാ. ദേവൻ വിളിക്കവേ നവ്യ അവനൊപ്പം ചൂടുവെച്ചു. ദേവാ, എന്തെടുത്തി? ദേവ, ഞാൻ നമ്മുടെ വീട്ടിൽ കയറി വരുമ്പോൾ നീ 10 പഠിക്കുന്ന കുഞ്ഞാണ്. അമ്മയിലല്ലേ എടുത്തി എന്ന് പറഞ്ഞ് പുറകെ നടക്കുന്ന എൻ്റെ ദേവൻ. അതുകൊണ്ട് നിന്റെ മുഖം ഒന്ന് മാടി എനിക്കറിയും. ആ മനസ്സ് പിടക്കുന്ന എനിക്കറിയുന്നുണ്ട്. എന്താണ് എന്തിനാ എൻ്റെ കുട്ടി വിഷമിക്കുന്നത്? മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറ. മനസ്സിൽ കൊണ്ട് നടക്കണ്ട ഒരു വേദനയും. പടികൾ കയറുന്ന കൂട്ടത്തിൽ നവ്യ പറഞ്ഞു. ദേവൻ ഏറെ മുന്നേ നടക്കുന്ന ഭദ്രയെ നോക്കി. ഉണ്ടെടുത്തി, ഒന്നല്ല, ഒരുപാട് കാര്യങ്ങൾ. ശരിയാണ്, മറ്റാരെക്കാൾ എൻ്റെ മനസ്സറിയുന്നത് ഏടത്തിക്ക് തന്നെയാണ്. ദേവൂട്ടിയോട് പ്രണയമാണ് തിരിച്ചറിയുന്ന നിമിഷം ഞാൻ ഓടിയോന്ന് പറഞ്ഞു ഏടത്തിയോടാണ്. ഈ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും പടിയിറങ്ങുമ്പോഴും യാത്ര ചോദിച്ചത് ഈ ഏടത്തിയോട് മാത്രം. ഒരു IPS കാരനാണ് ഞാനിന്ന് ആദ്യമായി പങ്കുവച്ചത് ഏടത്തിയുടെ മുന്നിൽ തന്നെ. കാരണം ഏടത്തി എന്നതിനേക്കാൾ വലിയൊരു സ്ഥാനമാണ് ഈ ദേവൻ്റെ മനസ്സിൽ. ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് ഏടത്തി. ആകെ തളർന്നു പോവാ. എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. നിർവികാരത്തോടെ ദേവൻ പറഞ്ഞു. അറിയാം, നിന്നോട് സംസാരിക്കാനുള്ള അവസരം നോക്കുമായിരുന്നു ഞാൻ. പറയും എന്നതിൻ്റെ പ്രശ്നം ഭദ്രയാണോ? തൻ്റെ മനസ്സറിഞ്ഞതിൻ്റെ സന്തോഷം ആ മുഖം വ്യക്തമാക്കി. അതെ, എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. അറിഞ്ഞോ അറിയാതെ ഒരു തെറ്റുപറ്റിപ്പോയി ഏടത്തി. ഓർക്കുന്നോറ് എൻ്റെ നെഞ്ച് പൊട്ടുന്ന പോലെ. ദേവൻ പറയുന്നതിന് മൗനമായിരുന്ന വീണ മറുപടി. ഭദ്ര, ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും നല്ല പെൺകുട്ടി. പക്ഷെ അവൾക്ക് നേരിടേണ്ടി വന്ന ഓരോ വേദനകൾക്കും ഞാൻ കാരണക്കാരാണെന്ന് ഓർക്കുമ്പോൾ ഭൂമി പിളർന്ന് പോയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോവാ. ദേവ, നീ ഇതെന്തൊക്കെയാ ഈ പറയുന്നത്? നീ കാരണം എന്ത്? നീ കാരണം അവൾക്ക് എന്ത് വേദന ഉണ്ടായിരിക്കുന്നേ? വ്യാകുലതയോടെയാണ് നവ്യ ചോദിച്ചത്. ഞാൻ ഏടത്തിയോട് കുഞ്ഞിലെ മുതൽ ഒരുപാട് തവണ പറഞ്ഞിട്ടില്ലേ, ആരും എന്നെ പിന്തുടരുന്ന പോലെ തോന്നാറുണ്ടെന്ന്. ഞാൻ പാടുന്ന ഓരോ പാട്ടുകൾക്കും ജീവൻ നൽകുന്ന ആരുടെയോ സാമീപ്യം ഞാൻ അറിയാറുണ്ടെന്ന്. ഓരോ തവണ തളർന്നിരിക്കുമ്പോഴും ഒരു നിഴലിനെ തേടിയെത്താറുണ്ടെന്ന്. അന്ന് എടുത്ത് എന്നെ വഴക്ക് പറയും എൻ്റെ തോന്നലാണെന്ന്. എന്നാലല്ല, അതൊന്നും ഒരു പൊട്ടച്ചിക്കൻ്റെ തോന്നലുകളായിരുന്നില്ല. അങ്ങനെ ഒരാളുണ്ടായിരുന്നു. എൻ്റെ നിഴൽ മാത്രം കണ്ട മറ്റൊരു നിഴൽ. എൻ്റെ പാട്ടുകൾക്ക് ചൂടുവെച്ച മറ്റൊരു ആത്മാവ്. എൻ്റെ പ്രണയത്തെ പോലെ ഒന്നുമല്ലാതാക്കിയ മറ്റൊരു പ്രണയം. അത് ഭദ്രയായിരുന്നു നേരത്തെ. എൻ്റെ 17-ാം വയസ്സിൽ എനിക്കൊപ്പം കൂടിയ എൻ്റെ പെണ്ണ്. നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് കുറ്റബോധം നിറഞ്ഞ മനസ്സുമായി ദേവൻ ഭദ്രയുടെ കഥ നവ്യയ്ക്ക് മുന്നിൽ വെളിപ്പെടുത്തി. അവൾ അനുഭവിച്ച വേദനകളുടെ ആഴം നവ്യയിലേക്കും പടർന്നു.
ആ കണ്ണുകളും ഒരു നിമിഷം നിറഞ്ഞു. അറിഞ്ഞില്ല, ഞാൻ ഒന്നും അറിഞ്ഞില്ല എടുത്തി. ഞാൻ അവളുടെ ഓരോ വേദനകൾക്കും കാരണക്കാരൻ ഞാനാണ്, ഞാൻ മാത്രമാണ്. എല്ലാം തുറന്നു പറഞ്ഞിട്ടും ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കഴിഞ്ഞില്ല. ഭരിച്ചിരുന്ന് പോയി. ഞാൻ ഉള്ളിൽ പൊട്ടിക്കരയുകയായിരുന്നു. കണ്ണുനീർ കടിച്ചമർത്തിക്കൊണ്ട് ദേവൻ പറഞ്ഞു, പക്ഷേ ദേവ, അതെങ്ങനെ നീയാവും? മറ്റൊരു ദേവനായിക്കൂടെ? നീയായിരുന്നെങ്കിൽ അവൾ ആ നിമിഷം തുറന്നു പറഞ്ഞേനെ നിന്നെയാണ് അവൾ സ്നേഹിച്ചതെന്ന്. നിനക്ക് തെറ്റുപറ്റിയതാണെങ്കിൽ എടുത്തി, ഞാനൊരു പോലീസ് ഓഫീസർ ആയതുകൊണ്ടല്ല ഞാൻ ഇത്രയും തർപ്പിച്ച് പറയുന്നു. എൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം സംഭവിച്ചിരുന്നു എന്നുകൊണ്ടല്ല ഭദ്ര. അവിടെ ഒരു നോട്ടം മതി. എനിക്കറിയാം ആ മനസ്സിൽ എന്താണെന്ന്. എനിക്ക് പോലും അറിയില്ല അതെങ്ങനെയാണെന്ന്. പക്ഷെ അവളുടെ കണ്ണുകൾക്ക് എന്നിൽ നിന്നൊന്നും മറച്ചു പിടിക്കാൻ കഴിയില്ല. അവൾ പറയില്ല എടുത്തി. കാരണം അവളുടെ പേര് ഭദ്ര എന്ന്. അവളുടെ പ്രണയം ഞാൻ അറിയണമെന്ന് അവൾ ആഗ്രഹിക്കുന്നില്ല. കാരണം അവളുടെ പ്രണയം മറ്റൊരു തരത്തിലുള്ളതാണ്. ഇപ്പോഴും അവൾ എൻ്റെ പ്രണയം പൂവണിയാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു നോട്ടം കൊണ്ട് പോലും എന്നെ കളങ്കപ്പെടരുതെന്നാണ് അവൾ ആഗ്രഹിക്കുന്നു. പക്ഷേ ഏർത്തി പറഞ്ഞ സംശയം തള്ളിക്കളയുന്നില്ല. അവൾ സ്നേഹിച്ച് എന്നെയാണെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അവന് മുമ്പിൽ ചെല്ലുമ്പോൾ എല്ലാത്തിനുമുള്ള തെളിവൻ്റെ കൈവശം വേണം. അതുകൊണ്ട് മാത്രം ദേവനെക്കുറിച്ച് അന്വേഷിക്കാൻ ഞാൻ പറഞ്ഞത്. ആരുടെ മുന്നിൽ? ആരാണ് ദേവ അവൾക്ക് കൂട്ടായി നടന്ന അവൻ? മറ്റാരാവാനാണ് എടുത്തി? മുഹമ്മദ് സുൽത്താൻ, എൻ്റെ ഉറ്റ ചങ്ങാതി. ഇന്നെല്ലാം ഓർത്തെടുക്കുമ്പോൾ ഒന്നെനിക്ക് മനസ്സിലായി. സുൽത്താൻ്റെ തട്ടക്കാരി അത് മറ്റാരുമല്ല, എൻ്റെ ഭാര്യ ഭദ്ര ദേവാനന്ദ്. ഇനി ഏർത്തിയുടെ എല്ലാ സംശയങ്ങളും തെളിവായി ലൂക്ക മുകളിൽ കാത്തിൽക്കുന്നുണ്ട്. ഭദ്രയുടെ ദേവനുമായി അവളുടെ ശുദ്ധനായ കൂട്ടുകാരൻ്റെ ജാതകവുമായി. അത്രയും പറഞ്ഞുകൊണ്ട് ആവേശത്തോടെ ദേവൻ പടികൾ ചവിട്ടിക്കയറി. എല്ലാ ക്ഷീണവും മാറ്റി നവ്യ ആവേശത്തോടെ മുകളിലേക്ക് കയറി. ഒടുവിൽ ചിരിയോടെ തങ്ങളെ കാത്തിരിക്കുന്ന ലൂക്കയെ കാണുന്നത് രണ്ടാളും ഓടി അടുത്തേക്ക്. കിടന്ന് സൂയിക്കാതെ ഇറങ്ങിയിട്ട് താഴേക്ക് മുകളിലെത്തി കിതപ്പോടെ വെച്ച് പറഞ്ഞു. എന്തായാലും ഇതുവരെ എത്തിയില്ല. ഇനി നടയിൽ കൂടെ തൂക്കിക്കൊണ്ടുപോയാൽ ഞാൻ പറയും, ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ് ദ പവർ ഓഫ് എ കോമൺ മാൻ. അല്ലല്ല ഡോക്ടർ എന്ന് രൂപ എളിയോടെ പറഞ്ഞു. നീ ഒന്നും പണയണ്ട, ഇപ്പൊ ഇറങ്ങി ഞാൻ വല്ലതും പറഞ്ഞു പോകും. ഇറങ്ങിയിട്ട് താഴേക്ക്. നട്ടു പൊടിഞ്ഞു ദച്ച് ചീറിക്കൊണ്ട് പറഞ്ഞു. വേണ്ട എന്ന മട്ടിൽ പുച്ഛത്തോടെ രൂപ ഊർന്നിറങ്ങി ദച്ച് നടന്നു നിർത്തി. ഇതേ സമയം ലൂക്കക്കരിയിലേക്ക് ഓടുവാണ് നവ്യയും ദേവനും. ലൂക്ക് ഒരു കയ്യിൽ ഫയലും മറുകൈയിലെ കൈത്തണ്ടിൽ എൽസയും മുറുകെ പിടിച്ചിട്ടുണ്ട്. ഡാ, എന്തായി? നമ്മൾ കരുതിയ പോലെയാണോ? പറയ് ലൂക്ക, എന്റെ കണക്കൂടുതൽ തെറ്റിയോ? ദേവൻ ആകാംക്ഷയോടെ ചോദിച്ചു. പറ ലൂക്ക, റിപ്പോർട്ടിൽ എന്താ ഉള്ളത്? നവ്യയുടെ ചോദ്യം കൂടെ ആയപ്പോൾ എൽസക്ക് കാര്യമറിയാനുള്ള ചൊറിച്ചിൽ ആരംഭിച്ചു. എന്നാൽ ചോദിക്കാനും കഴിയില്ലല്ലോ. എന്നാൽ എന്താവും അതിൽ? നിങ്ങൾ രണ്ടാളൊന്ന് ഇറങ്ങി, ഞാൻ എൽസയെ ഭദ്രക്കരിയിലാക്കിയേച്ച് വരാം, എന്നിട്ട് പറയാം. അത്രയും പറഞ്ഞുകൊണ്ട് ലൂക്ക് എൽസുമായി ഭദ്രക്കരിയിലേക്ക് നടന്നു. എൽസയെ ഭദ്രയുടെയും നന്ദയുടെയും കയ്യിലേറ്റ ശേഷം തിരികെ വന്നു. മനുഷ്യനിങ്ങനെ ടെൻഷൻ പോയ കാര്യം പറയണം. ദേവന്റെ ക്ഷമ തെറ്റി തുടങ്ങി. ഭദ്രയ്ക്ക് ഇത്രകാലം ക്ഷമിക്കാമെങ്കിൽ നിനക്ക് അല്പസമയം കൂടെ ക്ഷമിക്കാം. ഞാൻ തുറന്നു നോക്കിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു അമ്പലത്തിൽ. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഇന്നെൻ്റെ പ്രാർത്ഥന ഭദ്രയുടെ ദേവൻ നീയായിരിക്കണം എന്നായിരിക്കും. അത് നിന്നോടോ ദൈവകുട്ടിയോടോ സ്നേഹമില്ലാത്തതുകൊണ്ടല്ല. ഭദ്ര അനുഭവിച്ച വേദന, അവളുടെ പ്രണയത്തിൻ്റെ ആഴം, കാത്തിരിപ്പിൻ്റെ വില മറ്റാരെക്കാൾ എനിക്ക് അറിയാവുന്നതുകൊണ്ട്. ഇതിപ്പോൾ നോക്കണ്ട, അകത്ത് കയറി പ്രാർത്ഥിച്ചിട്ടാവും. അതുവരെ നീ ക്ഷമിച്ചേ പറ്റൂ. ലൂക്കയുടെ വാക്കുകൾക്ക് അവന് ശരിവെച്ച്. ചർച്ചകളിൽ ദച്ചു രൂപയും കയറി വന്നു. പുറകെയായി രേവതിയമ്മയും ദേവച്ചനും നീതൂട്ടിയും ദാസനും. എല്ലാവരും എത്തിയ സ്ഥിതിക്ക് ബാക്കി നേർച്ചയോടെ ചെയ്യാം അല്ലേ? അത് കേട്ടതോടെ ദച്ചു ദാസന്റെ ചുമലിലേക്ക് ചാഞ്ഞു. എല്ലാവരും അത് കണ്ട് ചിരിച്ചു. അമ്മേ, ശൂലം കുത്താനൊന്നും പറയരുത്, വയ്യാത്തോണ്ടാ. ക്ഷീണ അഭിനയിച്ചുകൊണ്ട് ദച്ചു പറഞ്ഞു. ഏയ് അമ്മ അങ്ങനെ നേരുവാടാ മക്കളെ. മനസ്സിലുണ്ടായിരുന്നു, എന്നാലും നേർന്നില്ല. തൽക്കാലം മോനെ 2 വശം ശയന പ്രദക്ഷിണവും ഒരു വലങ്കാവടി എടുത്താൽ മതി. നിന്റെ തലകൂടെ മൊട്ടടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ വേണ്ട. നിനക്ക് കുട്ടിയായി കുഞ്ഞിന് മൊട്ടയടിക്കുമ്പോൾ നിനക്കും അടിക്കാം. രേവതി നിഷ്കളങ്കമായി പറയുന്ന കേട്ട് ദച്ചു ശ്വാസം ആഞ്ഞു വലിച്ചു. അറിയാൻ മേലാതോട് ചോദിക്കുക, നിങ്ങൾ എൻ്റെ അമ്മ തന്നെയല്ലേ തള്ളേ? എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അറ്റ്ലീസ്റ്റ് എനിക്കിപ്പോൾ യുവന്മാരെ കൂടി ചെയ്യിപ്പിച്ചിരുന്നെങ്കിൽ മനസ്സിനെങ്കിൽ അല്പം ആശ്വാസം കിട്ടീനെ. എൻ്റെ വിധി വെട്രിവേൽ മുരുകനക്ക് ഹര ഹരോ ഹര. പറയുന്ന കൂട്ടത്തിൽ അടുത്തോടെ പോകുന്ന തമിഴിൻ്റെ കയ്യിലെ ഭസ്മം തട്ടിപ്പറിച്ച് വാങ്ങിക്കൊണ്ട് മേലാകെ പൂശി നേരെ പുറത്ത് നടയിൽ ചെന്ന് പ്രാർത്ഥിച്ച് ശയന പ്രദക്ഷിണം ആരംഭിച്ചു. നീണ്ടു കിടക്കുന്ന അമ്പലത്തെ പ്രദക്ഷിണം ചെയ്ത് കാവടി എടുത്തപ്പോഴേക്ക് ദശു തളർന്നിരുന്നു. മേലാകെ ചുവന്ന പാടുകൾ, മുഖമെല്ലാം വിയർപ്പുകൾ പറ്റിയിരിക്കുന്നു. അത് കാണുന്തോറും രേവതിയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ ദച്ചു രൂപയെ നോക്കവേ മുഖം വാടി പൊട്ടിക്കരയാൻ ഭാഗത്ത് നിൽക്കുന്നു. എല്ലാവരും അവരിൽ നിന്ന് അകന്നു മാറി. എന്താടി പെണ്ണെ, കരയരുത്. എല്ലാം നിന്നെ സ്വന്തമാക്കാൻ വേണ്ടിയല്ലേ? സന്തോഷമേ ഉള്ളൂ. എന്തും ഞാൻ സഹിക്കും. പക്ഷേ എൻ്റെ പെണ്ണിൻ്റെ ഈ കണ്ണ് നിറഞ്ഞ ഈ ദേവതത്തിൻ്റെ ഉള്ളിൽ കിടക്കും. അതുകൊണ്ട് അത് വേണ്ട. വാ. ദച്ചു രൂപയുടെ തോളിലൂടെ കൈയിട്ട് താങ്ങി പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. അല്പനേരത്തെ ക്യൂവിന് ശേഷം അവർ അകത്തേക്ക് കയറി. കല്ലുകൊണ്ട് പണിഞ്ഞതിനാൽ അമ്പലത്തിൻ്റെ ഉൾവശം നല്ല തണുപ്പുണ്ട്. ചൂടിൽ നിന്ന് അല്പം ശമനം കിട്ടി.
ഒടുവിൽ സാക്ഷാൽ സുബ്രഹ്മണ്യന്റെ സന്നിധിയിലേക്ക് എത്തുമ്പോൾ അവിടമാകെ സുബ്രഹ്മണ്യ സ്തുതി മുഴങ്ങി. പഞ്ചാമൃതവും ഭസ്മവും കൊണ്ട് സ്നാനം ചെയ്ത വേലവൻ രാജ്യവേഷത്തിൽ ഉദിച്ചിരിക്കുന്നതായി തോന്നി. എങ്ങും ഭസ്മത്തിന്റെ സുഗന്ധം. ഏറെ നേരത്തെ കാത്തിരിപ്പിന്റെയും നെഞ്ചിലെ ഭാരത്തെയും എല്ലാം സാക്ഷാൽ സുബ്രഹ്മണ്യം കൊണ്ട് ഇറക്കി വെച്ചു. ഭക്തിയുടെ ആഴം കൊണ്ടാവണം ഒരു തുള്ളി കണ്ണുനീർ എല്ലാവരിലും പ്രത്യക്ഷപ്പെട്ടു. അവിടെ നിന്നും നേരെ ഭോഗമന്ദിരത്തിലേക്ക് കയറി. ശേഷം വിനായകനെയും വലവെച്ചുകൊണ്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. എല്ലാവരും ഭാര്യമാരുടെ നെറുകിൽ സിന്ദൂരം ചാർത്തി കൊടുത്തു. നിറഞ്ഞ മനസ്സോടെ നിൽക്കുമ്പോൾ നവ്യയും ദേവനും ലൂക്കക്കരിയിലേക്ക് ചൂടുവെച്ചു. ലൂക്ക ഫയലുമായി ആളൊഴിഞ്ഞു എടുത്ത് ചെന്നിരുന്നു. അവന്റെ രണ്ടു വശങ്ങളായി ദേവനും നവ്യയും. ലൂക്ക പതിയെ ഫയൽ ഓപ്പൺ ചെയ്തു. എല്ലാം ഒന്ന് വായിച്ചു നോക്കി. മുഖത്തൊന്നും ചിരി പതിയെ മാറി. ലൂക്ക ദേവനെയും നവ്യയും നോക്കി. ദേവ, ഒരു കാര്യം ചോദിക്കട്ടെ. ഭദ്രയുടെ ദേവൻ നീയാണെങ്കിൽ എന്താവും നിന്റെ തീരുമാനം? അല്ലെങ്കിൽ എന്താവും നിന്റെ പ്രതികരണം? ലൂക്ക ചോദിക്കവൻ ദേവൻ ദേഷ്യത്തോടെ ഫയൽ പിടിച്ചു വാങ്ങി. ദേവൻ അതിലാകെ കണ്ണോടിച്ചു. പെട്ടെന്ന് കണ്ണുകൾ ചുമന്നു. ഒരു നീർത്തുള്ളി എങ്ങോട്ടുന്നില്ലാതെ ചലിക്കുന്നു. എന്താ ദേവ? ലൂക്ക എന്താണ്? എന്തിനൊന്ന് പറ. നവ്യ ആവേശത്തോടെ ചോദിച്ചു. എന്നാൽ അതിന് മറുപടി പറഞ്ഞ ലൂക്കയായിരുന്നു. കേരളാപുരത്ത് 3 ദേവന്മാരാണ് എടുത്തി. ദേവൻ, ദേവരാജ്, ദേവാനന്ദ്. അതിൽ ദേവരാജ് 2 വർഷം മുണ്ടായ ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു. ഭദ്ര പറഞ്ഞ കഥയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരുവൻ. എന്നാൽ മറ്റു 2 പേർ പാട്ടുകാർ, പഠിച്ചത് എറണാകുളം സിറ്റി, വലിയ തറവാട്ടുകാർ, ആരെയും ആകർഷിക്കുന്ന സൗന്ദര്യം. എന്നാൽ 2 വ്യത്യാസങ്ങൾ മാത്രം. ഒന്ന്, ദേവന് സഹോദരിയില്ല. 2, ദേവന് മുഹമ്മദ് സുൽത്താൻ എന്ന സുഹൃത്തുമില്ല. ലൂക്ക, നീ പറഞ്ഞു വരുന്നു ഇവനെയാണ്. ഈ ഇരിക്കുന്ന ചെറുക്കൽ ദേവാൻ തന്നെയാണ് എടുത്തി. ഭദ്ര സ്നേഹിച്ച അവളുടെ ദേവേട്ടൻ. നിറഞ്ഞ കണ്ണുകളോടെ ചിരിച്ച മുഖമായി ലൂക്ക പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നവ്യ സന്തോഷം കൊണ്ട് ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റു. എന്നാൽ ദേവൻ ചുമന്ന കണ്ണുകളോട് കയ്യിലെ ഫയൽ താഴേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് എങ്ങോട്ടുന്നില്ലാതെ നടന്നകന്നു. ആ കാഴ്ച ലൂക്കയെയും നവ്യയെയും ഭീതിയിലാഴ്ത്തി. കുഞ്ഞി, ഞാൻ ലൂക്കയുടെ എല്ലാം തുറന്നു പറയാൻ പോവാം. ഇനി ആ പാവത്തിനെ പറ്റിക്കാൻ എനിക്ക് കഴിയില്ല. നിറഞ്ഞ കണ്ണുകളോട് എൽസ ഭദ്രയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. എൽസ മോളെ, അബദ്ധം കാണിക്കരുത്. എല്ലാം നമ്മുടെ ദേവൂട്ടിക്ക് വേണ്ടിയല്ലേ. അതുകൊണ്ട് അല്പം ക്ഷമ കാണിക്കണം പ്ലീസ്. എല്ലാം അറിഞ്ഞാൽ തകർന്നു പോയെൻ്റെ ദേവേട്ട്. മറിച്ചാവില്ല ലൂക്കയുടെ അവസ്ഥ. അവളെ തലോടിക്കൊണ്ട് ഭദ്ര പറഞ്ഞു. മറ്റൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഈ ഭ്രാന്തിയായിട്ടുള്ള അഭിനയം അതിനെനിക്കിനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ആ പാവത്തിനോട് ഞാൻ ചെയ്യുന്ന ചതിയാവത്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പിടിക്കപ്പെടും. അതെനിക്ക് ഉറപ്പുണ്ട്. കൂടാതെ നമ്മൾ കളിക്കുന്ന 2 പോലീസ് ഉദ്യോഗസ്ഥരോടാണ്. ലൂക്കയുടെ ഓരോ നോട്ടവും ഭാവം കാണുമ്പോൾ ഭയം തോന്നുന്നു. പ്ലീസ് കുഞ്ഞു, എനിക്കിനി കഴിയില്ല. നിസ്സായാവസ്ഥയിൽ എൽസ പറഞ്ഞൊപ്പിച്ചു. എനിക്ക് നിന്റെ അവസ്ഥ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നീ എല്ലാം അവസാനിപ്പിക്കുമ്പോൾ ലൂക്കയിൽ നിന്ന് 2 ചോദ്യം ഉണ്ടാവും. ദേവൂട്ടിക്ക് എന്താണ് സംഭവിച്ചത്? ആരാണ് കുഞ്ഞിയെന്ന്? അതിനുള്ള മറുപടി കയ്യിൽ കരുതി വേണം ഇതിന് പുറപ്പെടാൻ. അറിയാം കുഞ്ഞു, എല്ലാത്തിനുള്ള മറുപടി എൻ്റെ കൈവശമുണ്ട്. ഇന്നത്തോടെ ഞാനിത് അവസാനിപ്പിക്കും. ഇനിയും എനിക്കിതിന് കഴിയില്ല. അത്രയും പറഞ്ഞുകൊണ്ട് എൽസ നടന്നകന്നു. ഭഗവാനെ, എല്ലാം നല്ലതിനാവണേ. പ്രാർത്ഥനയോടെ പുറകെ ഭദ്രയും. അമ്പല ദർശനത്തിന് ശേഷം എല്ലാവരും തിരികെ മുറിയിലെത്തി. ഭദ്ര മുറിയിൽ ചെല്ലുമ്പോൾ ദേവൻ ഘാട്ടമായ ചിന്തയിലാണ്. എന്നാൽ ഭദ്രയെ കണ്ടതോടെ കൂർപ്പിച്ചൊരു നോട്ടമായി ദേവൻ പുറത്തേക്കിറങ്ങി. ദേവന്റെ പെരുമാറ്റത്തിൽ വന്ന മാറ്റത്തിനായിട്ടുള്ള കാരണമറിയാതെ ഭദ്ര ചിന്തയിലാണ്ടു. 6 മണിയോടടുത്തപ്പോൾ തിരികെ പോകാനുള്ള ട്രെയിൻ സ്റ്റേഷനിൽ എത്തിയിരുന്നു. തിരികെയുള്ള യാത്ര അവർക്കിടയിൽ മൗനം സൃഷ്ടിച്ചു. ലൂക്കയുടെ കൈത്തണ്ടിൽ തലചായ്ച്ചിരിക്കുമ്പോൾ എൽസയുടെ മനസ്സ് കുറ്റബോധത്താൽ ചുട്ടുപൊള്ളുകയായിരുന്നു. രൂപ ദച്ചുവിന് താങ്ങായി കൂടെ തന്നെയുണ്ട്. 9 മണിയോടടുത്തപ്പോൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എത്തി. അവരെ കൂട്ടാനായി പ്രാണയും പ്രാവി എത്തിയിരുന്നു. എന്നാൽ ദേവൻ ഭദ്രയുടെ കൈ വലിച്ചുകൊണ്ട് എല്ലാവരിൽ നിന്ന് അകന്നു മാറി. വിട് വിട് ദേവേട്ട, കൈ വേദനിക്കുന്നു, വിടാൻ. ഭദ്ര പറയുന്നു ദേവന്റെ കാതുകൾ കേട്ടില്ല. അല്പം മാറിയുന്നുകൊണ്ട് ദേവൻ പറഞ്ഞു. ഇനി നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നില്ല. മതി ഈ നാടകം, മടുത്തു. എല്ലാവരെയും പൊട്ടന്മാരായിക്കൊണ്ട് ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഇനി ചെറുക്കിലേക്ക് ഒരു മടക്കയാത്രയില്ല. ഇവിടെ നേരെ എൻ്റെ ക്വാർട്ടേഴ്സിലേക്ക്. നിന്റെ അച്ഛന് കൊടുത്ത വാക്ക് എനിക്ക് പാലിച്ചേ പറ്റൂ. അതുകൊണ്ട് നീ ഹോസ്റ്റലിൽ നിൽക്കൂ. പഠിക്കേ, ജോലി ചെയ്യേ, എന്താന്ന് വെച്ചാൽ ആയിക്കോ. ഇനി മുന്നോട്ടുള്ള ജീവിതം ഒരുമിച്ച് വേണ്ട. ദേവന്റെ വാക്കുകൾ ഇടുത്തി പോലെ ഭദ്രയുടെ നെഞ്ചിൽ പതിച്ചു. ദേവേട്ട, എന്തൊക്കെ ഈ പറയുന്നു? ശരിയാണ്, നമ്മുടെ താൽക്കാലികമായിട്ടൊരു ബന്ധമാണ്, സമ്മതിക്കുന്നു. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുക എന്താ ഇവിടെ ഉണ്ടായി? ഭദ്ര സർവ്വശക്തിയും ധൈര്യം എടുത്തുകൊണ്ട് ചോദിച്ചു. അതൊന്നും നിന്നെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല. പറഞ്ഞനുസരിക്കുക. എൻ്റെ കൂടെ വരാൻ പറഞ്ഞാൽ വരിക, അത്ര തന്നെ. ദേവൻ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ ഇനിയും മൗനം പാലിച്ചാൽ തൻ്റെ എല്ലാ പ്രതീക്ഷയും അസ്തമിക്കുന്ന ഉറപ്പുള്ളതുകൊണ്ട് ഭദ്രക്ക് അടുത്ത തീരുമാനമെടുത്തു. ദേവൻ ബലമായി പിടിച്ച കൈ ഭദ്ര കുടഞ്ഞു മാറ്റി. പറ്റില്ല, അങ്ങനെ നിങ്ങൾ പറയുന്നത് മാത്രം അനുസരിച്ച് ജീവിക്കാൻ ഞാൻ നിങ്ങളുടെ അടിമയൊന്നുമല്ല. അത് ദേവട്ട മറക്കണ്ട. ദേ, ഈ കിടക്കുന്ന താലി ചെറുക്കൽ തറവാട്ടിൽ ഇളയപുത്രം കെട്ടിയതാണെങ്കിൽ ഞാൻ ജീവിക്കേണ്ട ഹോസ്റ്റലിലും ക്വാർട്ടേഴ്സിലൊന്നല്ല, ചെറുക്കൽ തറവാട്ടില്ല. ആ വാക്കൊന്ന് ചെറുക്കൽ തറവാട്ടിലെ രേവതി ദേവനാരായണനും. അവിടെയൊന്നും ഭദ്രക്കൊരു മടക്കയാത്രയില്ല. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ സ്നേഹിച്ച പെൺകുട്ടിൻ്റെ മുന്നിൽ വന്ന് നിങ്ങൾക്ക് വേണ്ടി അവകാശം പറയണം. അല്ലെങ്കിൽ ചെറുക്കൽ തെക്കേതൊഴിൽ എനിക്കായിട്ടുള്ള 6 അടി മണ്ണ് വെട്ടണം. അതല്ലാതെ എന്നെ അവിടെ നിന്ന് പഠിച്ചു മാറ്റാന്ന് ആരും കരുതണ്ട. ഇത് മഹത്തായ മംഗലിതാലിയാണ്.
അല്ലാതെ വഞ്ചിനാരെന്നല്ല. തോന്നുമ്പോൾ കെട്ടാനും പറിച്ചെറിയാനും. ഇനി ഇതും പറഞ്ഞ മുമ്പിൽ വരരുത്. വന്നാലും ഇതന്നെയാവും എന്റെ മറുപടി. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ നടന്നകന്നു. അവൾ പറഞ്ഞ വാക്കുകൾക്ക് ഒരു പുഞ്ചിരിയോടെ ദേവൻ അവൾ നടന്നകലിൽ നിന്ന് നോക്കി നിന്നു. ഭദ്ര, ഇപ്പൊ നീ ചെല്ല്. എവിടെ തൊട്ടാൽ ആർക്ക് പൊള്ളുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പറഞ്ഞിട്ടല്ല, നീയായി തന്നെ എന്നോട് വന്ന് പറയും. നീ സ്നേഹിച്ച ദേവൻ ഞാനാണെന്ന്. ഇല്ലെങ്കിൽ ഞാൻ പറയിപ്പിക്കും. ഭദ്ര, ഭദ്ര, ഫ്രം ഹിയർ ലെറ്റ്സ് സ്റ്റാർട്ട് എ ന്യൂ ഗെയിം, എ ടോം ആൻഡ് ജെറി പ്ലേ. ലെറ്റ്സ് വെയിറ്റ്. ദേവൻ ഭദ്രയുടെ പ്രണയം അറിഞ്ഞിരിക്കുന്നു. ഇനിയൊരു കളിയാണ്, ഒരു ടോം ആൻഡ് ജെറി ഗെയിം. ആര് വിജയിക്കും?